ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഈ ചൂട് സമയത്തൊക്കെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. ഇതിന് നമുക്ക് വിപ്പിംഗ് ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ആവശ്യമില്ല കേട്ടോ. കസ്റ്റർഡ് പൗഡർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനാവശ്യമായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരു 1.5 ഗ്ലാസ് പാൽ ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചേർക്കാം കേട്ടോ. എന്നാൽ തന്നെ പാകത്തിനുള്ള മധുരം ഉണ്ടാവും. ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് പാൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ കുറച്ച് പാലിലൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റർഡ് ഒഴിക്കുന്ന സമയത്ത് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ച ആ ഭാഗം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കട്ടിയായി പോവും ഇളക്കി മിക്സ് ചെയ്യാഞ്ഞാൽ. അപ്പോൾ അതുപോലെ തന്നെ തീ നിങ്ങൾ കുറച്ച് വെച്ചിട്ട് വേണം കസ്റ്റർഡ് കുറുക്കിയെടുക്കാനായിട്ട്. ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ വേവിച്ചെടുക്കുക, ഇല്ലെങ്കിൽ കസ്റ്റർഡിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പോലെ നമ്മൾ വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കട്ടോ. ഞാൻ ഈ കസ്റ്റർഡിലുള്ള ഒരു വാനിലേൻ്റെ ടേസ്റ്റ് തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ ചേർക്കണില്ല. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. 200 ഗ്രാം ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 250 ഗ്രാം വരെ എടുക്കാം. ഞാനിവിടെ 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതി, ഇല്ലെങ്കിൽ ഒരു വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തണുപ്പിച്ചിട്ടുള്ള കസ്റ്റർഡ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ബീറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലാണെങ്കിൽ വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തുടച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് നമ്മുടെ ക്രീമും കസ്റ്റർഡും കൂടെ നല്ല പോലെ മിക്സ് ആവുന്ന രീതിയിൽ നല്ലതായിട്ട് തന്നെ നമ്മൾ കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് കുറച്ച് ഒരു 3 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഇതെടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ നമുക്ക് ഐസ്ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ആ ഒരു പതഞ്ഞ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് വെച്ചിട്ട് തന്നെ അടച്ചെടുക്കുക. ഐസൊന്നും വീഴാത്ത രീതിയിൽ ഫ്രീസറിൽ ഒരു 3 മണിക്കൂർ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് തുറന്നിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബീറ്റർ ഇല്ലാത്തവർക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. നമുക്കൊന്ന് പതഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. എന്നാലേ കറക്റ്റ് നമുക്ക് ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുള്ളൂ കേട്ടോ. ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുവോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് ഒരു നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഒരു 6 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഐസ്ക്രീം കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു രാത്രി മുഴുവനൊക്കെ ഫ്രീസറിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് എടുത്താലും മതി. അപ്പോൾ ഒരു 6 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ വെക്കുക. ഞാനൊരു ഐസ്ക്രീമിൻ്റെ ഒരു കണ്ടെയ്നർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളറൊക്കെ ചേർത്തിട്ട് കുറച്ചും കൂടെ ഒക്കെ കളർഫുൾ ആക്കാം കേട്ടോ. യെല്ലോ കളറൊക്കെ വേണമെങ്കിൽ ചേർത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഇതിൻ്റെ മുകളിൽ നിങ്ങളൊരു ക്ലിങ് ഫിലിമോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫോയിൽ പേപ്പറിൻ്റെ ഒരു പീസൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ് ആവുന്നതിന് നല്ലതുണ്ടാവും കേട്ടോ. കുറച്ചും കൂടെ ഐസ് ആവാണ്ട് നല്ല രീതിയിൽ തന്നെ ക്രീമി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിത് സ്കൂപ്പ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കുക. ഷെയ്ക്കൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ കഴിക്കാനോ ഒക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അതും ഈ ചൂടുള്ള നല്ല സമയത്തൊക്കെ കുട്ടികൾക്കാണെങ്കിലൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് കെമിക്കലൊന്നും ചേർക്കാത്ത നല്ല ഐസ്ക്രീം വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് പിസ്ത വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.